ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ മനുഷ്യന്മാർക്ക് അഹങ്കരിക്കാനുള്ള അർഹതയില്ല ഈ ലോകത്ത്. കാരണം എന്താണെന്നറിയോ? കാരണം ഈ ലോകത്ത് മനുഷ്യൻ പുതിയതായിട്ടൊന്നും നിർമ്മിക്കുന്നില്ല, ഒന്നും സൃഷ്ടിക്കുന്നില്ല. അള്ളാഹു ഓൾറെഡി ഈ പ്രപഞ്ചത്തിൽ ഒളിപ്പിച്ചു വെച്ച ലോ ഓഫ് നാച്ചുറിനെ കണ്ടെത്തിയിട്ട് അതിനെ റീ അറേഞ്ചിങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അഥവാ ഈ സയന്റിസ്റ്റുകൾ ആരും തന്നെ പുതിയൊരു നിയമം എഴുതുന്നില്ല. അള്ളാഹു ഓൾറെഡി ഈ പ്രപഞ്ചത്തിൽ എഴുതി വെച്ച നിയമങ്ങളെ വായിക്കുന്നവർ മാത്രമാണ് അവര്. ന്യൂട്ടൺ ഒരിക്കലും ഗ്രാവിറ്റിയെ സൃഷ്ടിച്ചതല്ല, ഗ്രാവിറ്റിയെ മനസ്സിലാക്കിയതാണ്. കാരണം ന്യൂട്ടന്റെ മുമ്പും ആപ്പിൾ താഴോട്ട് തന്നെയാണ് വീണുകൊണ്ടിരുന്നത്. നിക്കോള ടെസ്ല ഇലക്ട്രിസിറ്റിയെ നിർമ്മിച്ചതല്ല, കണ്ടെത്തിയതാണ്. കാരണം ഇടിമിന്നലുകൾ ഈ ലോകത്ത് നേരത്തെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇലോൺ മസ്ക് ചൊവ്വയിൽ ഒരു കോളനി സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ മനുഷ്യൻ ഒരു മൾട്ടി പ്ലാനറ്ററി ആക്കുക എന്നതായിരിക്കണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷെ എനിക്കിതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കേട്ടോ. കാരണം ചൊവ്വ എന്നുള്ളൊരു ഗ്രഹം അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ലോ ഓഫ് നാച്ചുറും ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്. പിന്നെ ഇവിടെ മസ്ക് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൊവ്വ എന്നുള്ള ഗ്രഹത്തിന്റെ ലോ ഓഫ് നാച്ചുർ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ അവിടത്തേക്ക് പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഞാൻ അത്ഭുതപ്പെടും, ഇപ്പോഴല്ല, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മസ്കുമാര് ശൂന്യതയിൽ നിന്നൊരു ചൊവ്വയെ സൃഷ്ടിച്ചിട്ട് അവിടെ ഒരു കോളനി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ അത്ഭുതപ്പെടും. അല്ലാതെ ഉള്ളതിനെ ഉപയോഗപ്പെടുത്തുന്നത് മിറേക്കിൾ അല്ല, അതൊരു മികച്ച എഞ്ചിനീയറിംഗ് മാത്രമാണ്. പക്ഷെ മസ്കിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ ശരിക്കും എ മാസ്റ്റർ പീസ് ഓഫ് ഹ്യൂമൻ കാപ്പബിലിറ്റി ആണ് കേട്ടോ. കാരണം പുതിയ നിയമങ്ങളെ നിർമ്മിച്ചത് കൊണ്ടല്ല, അള്ളാഹു